തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ് വീണ്ടും കോൺഗ്രസിലേക്ക്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനൊപ്പം കോൺഗ്രസിനായി പ്രവർത്തിക്കുമെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. നേരത്തെ ഉയർത്തിയ വിഷയങ്ങളിൽ പാർട്ടി നേതാക്കൾക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ ഖേദമുണ്ടെന്നും ലാലി ജെയിംസ് പറഞ്ഞു. പാർട്ടി വിട്ടുപോയിട്ടില്ല, ഞാൻ പാർട്ടി തന്നെ പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ മേയർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാർട്ടിക്കോ നേതാക്കൾക്കോ എൻ്റെ പ്രസ്താവന മൂലം അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ ഇപ്പോൾ പറയുകയാണ്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജൻ ജെ പല്ലൻ്റെ കൂടെ ആളുടെ സുഹൃത്തായും ഒപ്പം നീണ്ട വർഷങ്ങൾ കൗൺസിലിൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന സഹോദരന്മാരാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളുടെ റോളും നിർവഹിക്കുകയാണ്. ലെവിൻ കെ വിജയൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ മേയറെ നിശ്ചയിക്കുന്ന സമയത്താണ് ലാലി ജെയിംസ് വലിയ തരത്തിൽ വിവാദമൊക്കെ ഉണ്ടാക്കി അതിനെ എതിർത്തൊക്കെ മാറി നിൽക്കുന്ന സംഭവത്തിലേക്കൊക്കെ വന്നത്. അതിന് പിന്നാലെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പാർട്ടി കടക്കുകയായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുന്നു ലാലി ജെയിംസ് എന്ന് പറയുന്നു. അത് കോൺഗ്രസ് ക്യാമ്പിന് എത്രമാത്രം നല്ലതാണ്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്വാതി, പൂർണ്ണമായും തൃശൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃശൂരിൽ നടക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരത്തിൽ ലാലിയെ പോലുള്ള ഒരാളുടെ പങ്കാളിത്തം കോൺഗ്രസിന് ആവശ്യമുണ്ട്. അവർ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടത് കോൺഗ്രസിന്റെ വിജയത്തെ പോലും സ്വാധീനിക്കേണ്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നേതൃത്വതലത്തിൽ തന്നെ സജീവമായത്. ലാലിയും ഏറെ നാളുകളായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും അതല്ലെങ്കിൽ മേയർ തെരഞ്ഞെടുപ്പിലും തന്നെ തഴഞ്ഞതിനെ ചൊല്ലി വലിയ പരാതികളും വിവാദങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അതേ തുടർന്ന് അവർ ദീർഘദിവസങ്ങളായി പാർട്ടിക്ക് പുറത്തായിരുന്നു. ഈ സമയത്തും പാർട്ടിയുമായി അന്ന് നമ്മളോടൊക്കെ നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞത് താൻ പാർട്ടിക്ക് പുറത്തു പോകില്ല, നിലവിലെ സ്ഥാനമാനങ്ങളിൽ നിന്നും മറ്റും രാജിവെക്കുന്നു, അല്ലെങ്കിൽ തന്നെ പുറത്താക്കിയാലും തിരിച്ചെടുക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞതെങ്കിലും കോൺഗ്രസ് അനുഭാവിയായി തന്നെ കോൺഗ്രസ് പ്രവർത്തകയായി തന്നെ തുടരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലാലിയെ തിരിച്ചു കൊണ്ടുവരാൻ നേതൃത്വം തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ തിരികെ എത്താൻ ലാലിയും തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ താൻ നടത്തിയ ആരോപണങ്ങളും മറ്റും ചൂണ്ടിക്കാട്ടി അവർ ഖേദപ്രകടനവും പാർട്ടിക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്ത് നിന്ന് തഴഞ്ഞതിന് പിന്നാലെ DCC പ്രസിഡന്റിനും നിലവിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായ അന്നത്തെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായ രാജൻ ജെ പല്ലനുമെതിരെയൊക്കെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ലാലിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പണപ്പെട്ടി അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായി. KC വേണുഗോപാലിനെ വിമർശിക്കുന്ന സമീപനമൊക്കെ ഉണ്ടായി. അതിനെല്ലാം തിരുത്തൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ പാർട്ടിയിലേക്ക് തിരികെ വരുന്നത്. തൃശൂർ കോർപ്പറേഷൻ അവർ ലാലിയെ പോലെ ഒരാളുടെ സാന്നിധ്യം കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വിശ്വാസം. ഇന്നു മുതൽ തന്നെ അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി. കഴിഞ്ഞ ദിവസം മുരളി മന്ദിരത്തിലെത്തി പുഷ്പാർച്ചന അർപ്പിക്കാൻ എത്തിയ സമയത്ത് മുരളീധരനൊപ്പവും ലാലി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ പാർട്ടിയിലേക്ക് ഉടൻ മടങ്ങി വരുമെന്നായിരുന്നു അവർ അറിയിച്ചത്. ഏതായാലും അത് സംഭവിച്ചിരിക്കുന്നു. സ്വാതി. ശരി ലെവിൻ, എന്തായാലും ലാലി ജെയിംസ് മടങ്ങി വന്നിരിക്കുകയാണ് തൃശ്ശൂരിൽ. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്.